ഗോപാലൻ എന്നെയും കുഞ്ഞിനെയും കൊല്ലൂന്ന. അയാൾ അങ്ങനെ ചെയ്താലും ഗിരേട്ടൻ ഗോപാലന്റെ കൂടെ തന്നെ നിൽക്കുമോ? ഗോപാൽജി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. നിങ്ങൾക്ക് ഈ പറഞ്ഞതിൽ വിശ്വാസമുണ്ടോ? ഒന്നുമില്ലെങ്കിലും ഇവർക്ക് ഗിരേട്ടനേക്കാൾ നന്നായിട്ട് ഗോപാലിനെ പറ്റി അറിയാം. നിന്നെ ഒഴിവാക്കാൻ ഗോപാൽജി തീരുമാനിച്ചാലും അദ്ദേഹത്തെ കുറ്റം പറയാൻ പറ്റില്ല. നീ അദ്ദേഹത്തിന് അത്രമാത്രം വലിയൊരു തലവേദനയായി മാറിയിരിക്കുക. ഗിരിയേട്ടന്റെ ഭാര്യ ആയതുകൊണ്ട് മാത്രമാ അദ്ദേഹം ഇത്രയും കാലം നിന്നെ സഹിച്ചത്. ഇനിയും നീ നിന്റെ സ്വഭാവം നേരെയാക്കിയില്ലെങ്കിൽ വളരെ വലിയ വില കൊടുക്കേണ്ടി വരും. ഗോപാൽജി എപ്പോഴും വിശാല മനസ്കനായിട്ട് പെരുമാറിയെന്ന് വരില്ല. മോളെ, നീ എത്രയൊക്കെ ഗോപാലിന് വേണ്ടി വാദിച്ചാലും അയാളുടെ മുന്നിൽ വിശ്വസ്തയാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചാലും നിന്നെ അയാള് ആ വീടിന്റെ മരുമകളായിട്ട് ഒരിക്കലും അംഗീകരിക്കില്ല. അയാള് സഞ്ജയനെ ഏതെങ്കിലും ഒരു കാശേരി കൊണ്ട് മാത്രമേ കല്യാണം കഴിപ്പിക്കൂ. നീ വെറുതെ സഞ്ജയുടെ പുറകെ നടന്ന് സ്വന്തം പേര് കളയുള്ളൂ. എനിക്ക് നിന്റെ ഉപദേശമൊന്നും വേണ്ട. എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. ആ, ആയിക്കോട്ടെ. അവസാനം എന്തെങ്കിലും അബദ്ധത്തിൽ ചെന്ന് ചാടുമ്പോ കരഞ്ഞുകൊണ്ട് എന്റെ അടുത്ത് സഹായം ചോദിച്ചുകൊണ്ട് വരാതിരുന്നാ മാത്രം മതി. ഗിരേട്ടൻ അവളെ മര്യാദയ്ക്ക് നിലയ്ക്ക് നിർത്തിക്കോ. എനിക്ക് ദേഷ്യം വന്നാ ഞാൻ എങ്ങനെ പ്രതികരിക്കുമെന്ന് എനിക്ക് തന്നെ അറിയില്ല. നീ എന്ത് ചെയ്യും? അവളുടെ അടുത്ത് അഭ്യാസമായിട്ട് ചെന്നാലേ നിനക്ക് നല്ലത് കിട്ടും. നോക്കിയും കണ്ടും നടന്ന നിനക്ക് കൊള്ളാം. ഒരു കുഴപ്പമില്ലമ്മേ.